നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. സ്പൈസസ് ബോർഡിൽ റിസർച്ച് അസോസിയേറ്റ് ആകാം. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരം. കൃഷി, സസ്യശാസ്ത്രം, പ്ലാന്റ് ബ്രീഡിംഗ് മേഖലകളിൽ കരിയർ ലക്ഷ്യമിടുന്നവർക്ക് മികച്ച അവസരവുമായി എത്തിയിരിക്കുകയാണ് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ. റിസർച്ച് അസോസിയേറ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള ഒരു ഗവേഷണ തസ്തികയാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ശമ്പളത്തോടൊപ്പം ഗവേഷണ മേഖലയിൽ അനുഭവം സമ്പാദിക്കുവാനുള്ള മികച്ച അവസരമാണിത്. ഒഴിവുകളുടെ വിശദാംശങ്ങൾ. തസ്തിക റിസർച്ച് അസോസിയേറ്റ്. ഒഴിവുകളുടെ എണ്ണം 1. നിയമനം കരാർ അടിസ്ഥാനത്തിൽ. വളരെ കുറച്ച് ഒഴിവുകളുള്ളതിനാൽ മത്സരം കടുത്തതായിരിക്കും. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 35,000 രൂപ ലഭിക്കും. കൺസോളിഡേറ്റഡ് പേ ആണ്. ഗവേഷണ മേഖലയിൽ തുടക്കം കുറിക്കുവാൻ മികച്ച ശമ്പളമാണിത്. വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷിക്കുവാൻ ആവശ്യമായ യോഗ്യത ബോട്ടണി, പ്ലാന്റേഷൻ ബോട്ടണിയിൽ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗ് ജെനറ്റിക് സ്പെഷ്യലൈസേഷനോടുകൂടിയ അഗ്രികൾച്ചർ PG. കൂടാതെ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ 3 വർഷത്തെ ഗവേഷണ പരിചയം ഡിസൈറബിൾ ആണ്. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ മുൻഗണന. PhD ഉണ്ടെങ്കിൽ കൂടുതൽ മുൻഗണന ലഭിക്കും. പ്രായപരിധി. പരമാവധി പ്രായം 45 വയസ്സ്. സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് ഇളവുകൾ ലഭിക്കും. അപേക്ഷാ ഫീസ് ഇല്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ഈ തസ്തികയിലേക്ക് സെലക്ഷൻ സാധാരണയായി എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഗവേഷണ പരിചയവും അക്കാദമിക് നിലവാരവും സെലക്ഷനിൽ നിർണായകമാണ്. പ്രധാന തീയതികൾ. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2026 ഏപ്രിൽ 24. വാക്കിൻ ടെസ്റ്റ് 2026 ഏപ്രിൽ 30. വൈകാതെ അപേക്ഷ സമർപ്പിക്കുക. ജോലിസ്ഥലം സക്ലേസ്പൂർ, കർണാടക. പിൻ 573134. ഹിൽ സ്റ്റേഷൻ പ്രദേശമായതിനാൽ ഗവേഷണത്തിന് അനുയോജ്യമായ അന്തരീക്ഷമാണ്. ആവശ്യമായ രേഖകൾ. അപേക്ഷിക്കുമ്പോൾ ചേർക്കേണ്ടത് ബയോഡാറ്റ, CV, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. എല്ലാ രേഖകളും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആയി നൽകണം. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ളവർ എല്ലാ രേഖകളും തയ്യാറാക്കി ഔദ്യോഗിക ഇമെയിലിലേക്ക് അപേക്ഷ അയക്കേണ്ടതാണ്. സബ്ജക്റ്റ് ലൈനിൽ റിസർച്ച് അസോസിയേറ്റ് എന്ന് എഴുതണം. അപേക്ഷ 2026 ഏപ്രിൽ 24 മുൻപ് അയച്ചിരിക്കണം. അയച്ച ഇമെയിലിൻ്റെ കോപ്പി സേവ് ചെയ്ത് സൂക്ഷിക്കുക. പ്രധാന നിർദ്ദേശങ്ങൾ. അപേക്ഷിക്കുന്നതിന് മുൻപ് നോട്ടിഫിക്കേഷൻ മുഴുവനായും വായിക്കുക. യോഗ്യത ഉറപ്പാക്കുക. ശരിയായ വിവരങ്ങൾ മാത്രം നൽകുക. അവസാന തീയതി മറക്കരുത്. ഈ അവസരം എന്തുകൊണ്ട് പ്രധാനമാണ്? സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ പോലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. സർക്കാർ അംഗീകാരം ലഭിക്കും. കരിയർ ഗ്രോത്ത് ഉണ്ടാകും. ഗവേഷണ പരിചയം ലഭിക്കും. അന്താരാഷ്ട്ര എക്സ്പോഷർ സാധ്യത. അഗ്രികൾച്ചർ, ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മികച്ച സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇത്. ഉപസംഹാരം. റിസർച്ച് ഫീൽഡിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പൈസസ് ബോർഡിൻ്റെ ഈ റിക്രൂട്ട്മെൻറ്റ് ഒരു മികച്ച അവസരമാണ്. ഒരേയൊരു ഒഴിവ് മാത്രമുള്ളതിനാൽ യോഗ്യതയുള്ളവർ വൈകാതെ തന്നെ അപേക്ഷിക്കണം. ഓർമ്മപ്പെടുത്തൽ. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 24. ഇന്ന് തന്നെ CV തയ്യാറാക്കി അപേക്ഷിക്കുക. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.